ഗായ്സ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയാത്തൊരു വീഡിയോ ആണ് ഗൈസ്. അത് ഇന്ന് ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഞങ്ങൾ എണീച്ച് 5 മണി ആയിരുന്നു. സമയം 5:05 വിളിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാൻ റെഡിയാവെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെയാണെന്ന് റെഡി ആയിട്ട് വരാം, എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. അച്ഛൻ വിളിച്ചിട്ട് അച്ഛൻ എഴുന്നേൽപ്പിച്ചു, വേഗം റെഡി ആവുമെന്നൊക്കെ പറഞ്ഞു. എന്താ എങ്ങോട്ടാന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ബിഗ് ട്രാൻസിഷൻ ആയിരുന്നല്ലേ ആ എഴുന്നേറ്റ് പൊട്ട കൊലത്തിൽ നിന്നും കുളിച്ച് റെഡിയായ കൊലത്തിലോട്ടുള്ള ഒരു ബിഗ് ട്രാൻസിഷൻ. അപ്പോൾ എൻ്റെ ഫുൾ ലുക്ക് കാണിക്കണമെങ്കിൽ എനിക്കൊരു സ്റ്റാൻഡ് വേണം ഗൈസ്. എൻ്റെ സ്റ്റാൻഡ് അപ്പുറത്ത് മുറിയിലാണ്, അതെടുക്കാൻ മടിയാണ് ഗൈസ്, സ്വാഭാവികം. അപ്പോൾ ഗൈസ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. മൊത്തം കാണാൻ പറ്റുന്നില്ല, ഞാനത് എപ്പോഴെങ്കിലൊക്കെ പോകുമ്പോൾ കാണും ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് എവിടെ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്, അങ്ങനെ പറഞ്ഞല്ലോ. അച്ഛനാണെങ്കിൽ ഡ്രസ്സ് എടുക്കും, ഒരു പാൻറ് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഈ പാൻറ്റിനുള്ള കുത്തി കുറച്ച് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ ഗൈസ് എവിടെ പോകാനാണ്. ശരിക്കും വല്ല ഗസ്സസ് ഒന്നുമില്ല, മുടി ഞാൻ ഇങ്ങനെ അത് ജട പിടിക്കത്തില്ല. ഹെയർ സ്റ്റൈൽ ഇവിടുന്ന് ജസ്റ്റ് പിന്നിട്ട് വെച്ചു, പിന്നെ പിന്നീടലാണല്ലോ എൻ്റെ മെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ചേച്ചിയുടെ ലുക്ക്. സെറ്റല്ലേ? യാ, നമുക്കിനി പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ വാതിലെല്ലാം അടച്ച് നല്ല സെക്യൂറായി അല്ലേ. നമ്മളിനിയിപ്പോൾ എത്ര നേരം പുറത്തുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കും ചേച്ചിക്കും അറിഞ്ഞുകൂടാ, അമ്മയ്ക്കും അച്ഛനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സെക്യൂറാക്കി നമ്മൾ വാതിലെല്ലാം അടച്ച് നമ്മൾ ഇറങ്ങുകയാണ്. സോ നമ്മൾ കാറിനാണ് പോകുന്നത്, 4 പേരായിട്ട് ബൈക്കിൽ പോകാൻ പറ്റില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുതൽ അച്ഛനോട് ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. വെച്ചാൽ നമ്മൾ മോളൊക്കെയാണ്, ഞങ്ങൾ 2 മക്കളൊക്കെയാണ്, എവിടെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ നല്ല അറിഞ്ഞേനെ. ഇതിനിങ്ങനെ സസ്പെൻസ് അടിപ്പിക്കുന്ന ആ ഒരു മൈൻഡിലായിരുന്നു ഞങ്ങൾ അച്ഛനോട് നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ ആയിട്ടോ ഇങ്ങനെ ലൈക്ക് പുറത്തൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോലെ പോയിട്ട് കുറച്ചായി. അപ്പോൾ ഞങ്ങളിങ്ങനെ എക്സൈറ്റഡ് ആണ്, എവിടെയാണ് പോകുന്നത്, ഇത് ഏതാ സ്ഥലം എന്നൊക്കെ ഉള്ളതില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മലകളും സംഭവങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അച്ഛനോട്, ഞാനും ചേച്ചിയൊക്കെ മാറി മറിച്ച് ചോദിക്കണം, അച്ഛൻ എവിടെയാണ് ഈ പോകുന്നത് ഒന്ന് പറയൂ. അച്ഛനാണെങ്കിൽ ഒന്നും വിട്ട് പറയുന്നില്ല ഗൈസ്. ഇപ്പം തന്നെ കുറേ ആയി ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. 6 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം കുറേ ആയി, ഞങ്ങൾക്ക് കാറിൽ നിന്നും അടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ എൻ്റെ പുറത്തിരുന്നുള്ള എൻ്റെ കോപ്രായം കാണിക്കലാണ് ഗൈസ് ഇത്. സോ ഇപ്പോൾ ഞങ്ങൾക്ക് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു കടയിലെല്ലാം കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്തില്ല ഗൈസ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് കാറിലെത്തിയപ്പോഴാണ് അയ്യോ അത് ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നൊരു സംഭവം വന്നത്. ഹലോ, സോ ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ സമയം എത്രയായി? 8 മണിയായി. 8 മണിയാവാൻ 3-4 മിനിറ്റ്. ഇതുവരെ ആയിട്ടും ഞങ്ങൾ വീട്ടിൽ നിന്ന് 5:30-ക്ക് ഇറങ്ങിയത്, 6:15 ഇറങ്ങിയതാണ്. ഇതുവരെ അച്ഛൻ നമ്മൾ എവിടെയാണ് പോകുന്നത്, ഇങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാ പോകുന്നത്? തൃശ്ശൂരാകാൻ പോകുന്നു ഗൈസ്. പാലിയേക്കര ടോൾ ക്യാമ്പ്. ഇപ്പോഴും എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ്? സോ അതെ ഗൈസ്, ഞങ്ങൾക്ക് ഇത്രയും നേരമായിട്ടും തൃശ്ശൂർ എത്തി ഗൈസ്. എന്നിട്ടും അച്ഛൻ ഇത് എവിടോട്ടാണ് പോണേ എന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ കാറിലിരുന്നാണ് മടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ ഒരു അടിപൊളി സംഭവം വരും. അപ്പോൾ ഞങ്ങൾ എന്താണ് അടിപൊളി സംഭവം നോക്കുമ്പോൾ ഗൈസ്, ഇതൊരു ടണലാണ്. ഒരു മലയുടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും കുഴിച്ചുണ്ടാക്കിയ ഒരു ടണൽ. അതിൻ്റെ ഉള്ള ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമുക്കിങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ കണ്ടീഷണറൊക്കെ ഉണ്ട്. സോ അടിപൊളിയായിട്ടുള്ള ഒരു ടണൽ. ഇന്ന് കുതിരാൻ തുരങ്കം അങ്ങനെയാണ് ഇതിൻ്റെ പേര്. നമുക്കിങ്ങനെ വെട്ടമൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ട് നല്ല ഫാനൊക്കെ ഉണ്ട്. സോ ഈ ഒരു സംഭവം ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഞങ്ങളിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുമായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. അതിൻ്റെ ഇതിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പണ്ട് ഇവരിങ്ങനെ ഇതൊന്നും പണിയാത്തപ്പോൾ ഒരു കയറ്റം പോലെ ആയിരുന്നു. ആൻഡ് അത് 15 മിനിറ്റോളമൊക്കെ ഇങ്ങനെ എന്താ പറയുക ബ്ലോക്കിൽ കിടന്നൊക്കെ എത്തിയെന്നാണ് പറഞ്ഞത്. സോ ഇതൊരു അടിപൊളി സംഭവമാണെന്നൊക്കെയാണ് അമ്മയച്ഛനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലത്തൊക്കെ എത്തി. നല്ല അടിപൊളി സ്ഥലമൊക്കെ ആയിരുന്നു. സോ ആ സ്ഥലം ഏതാണെന്നൊക്കെ അറിയാൻ നിങ്ങൾ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് പാർട്ടായിട്ട് വരാം. ബൈ.